നമസ്കാരം. അകംപുറത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെ ഈ വർഷം മലയാളത്തിൽ പുറത്തിറങ്ങിയ സിനിമകളുടെ എണ്ണം 93. ഒരുപക്ഷെ നിങ്ങൾ ഈ എപ്പിസോഡ് കാണുമ്പോഴേക്കും അതിൻ്റെ എണ്ണം 94, 95 ഒക്കെ ആയി മാറിയേക്കാം. മലയാള സിനിമയ്ക്ക് ഇത്രയും വലിയ എണ്ണം കൊണ്ട് എന്തു ഗുണം? എണ്ണത്തിലെ ഗുണം കൊണ്ട് എന്തു കാര്യം? ഈ എണ്ണം കൊണ്ട് സിനിമയ്ക്കും പ്രേക്ഷകനും എന്തു ഗുണം? മലയാള സിനിമയിലെ തലമുറ മാറ്റത്തിൻ്റെ ഒരു ടാഗ് നെയിം അല്ലെങ്കിൽ ഒരു ഐക്കൺ, ഒരുപക്ഷെ അടിമുടി ന്യൂ ജനറേഷനായ ഫിലിം മേക്കർ ശ്രീ VK പ്രകാശ്. ഒരുപക്ഷെ മലയാള സിനിമയെ മലയാളിയേക്കാൾ വിദേശികളെ കാണിക്കുന്ന എന്ന ആരോപണമുള്ള ഫിലിം മേക്കർ ഡോക്ടർ ബിജു. ഒറ്റ സിനിമ കൊണ്ട് തന്നെ ഒരു വിജയിയാകാൻ പോകുന്ന പ്രൊഡ്യൂസർ എന്നൊരു തോന്നൽ ഇൻഡസ്ട്രിയിലുണ്ടാക്കിയ സന്ദീപ് സേനൻ, സ്വാഗതം എല്ലാവർക്കും. 1095 സിനിമ ഇറങ്ങുമ്പോൾ എത്ര എണ്ണം വിജയിക്കണം? അല്ലെങ്കിൽ തന്നെ ഈ വിജയവും പരാജയവും അളക്കുന്ന വിദ്യ എന്താണ്? മാസം 90 സിനിമകൾ. മലയാള സിനിമ കുതിക്കുകയാണ് മാറ്റത്തിന്റെ സർവകാല റെക്കോർഡുമായി. പടം പിടിക്കാൻ കാശില്ലാതെയും അഭിനയിക്കാൻ ചാൻസ് ഇല്ലാതെയും ദിവാസ്വപ്നം കണ്ട് കാലം കഴിച്ച തലമുറ പഴങ്കഥയാവുകയാണ്. $1-2 ലക്ഷം കയ്യിലുള്ള കൂട്ടുകാരുടെ കൂട്ടങ്ങൾക്ക് സിനിമയെക്കുറിച്ച് സ്വപ്നം നെയ്യാൻ കഴിയും എന്നായിരിക്കുന്നു. ഡിജിറ്റലിന്റെ ചിറകിലേറി ചെലവ് കുറയ്ക്കാം. സാറ്റലൈറ്റ് റേറ്റുള്ള ഒരു താരത്തിന്റെ തല എവിടെയെങ്കിലും ഉണ്ടായാൽ കാര്യങ്ങൾ കുറച്ചുകൂടി സേഫായി. ഇല്ലെങ്കിലും നന്നായി എടുത്താൽ ജനം കാണും. അപ്പോൾ പിന്നെ എങ്ങനെ സിനിമകൾ ഇറങ്ങാതിരിക്കും? സൂപ്പർ സ്റ്റാർ സിൻഡ്രോമിൽ നിന്ന് മലയാള സിനിമ പതുക്കെ മോചിതമാവുകയാണെന്ന് നിരീക്ഷിക്കുന്നവരുണ്ട്. പരീക്ഷണമുഖമുള്ള ചിത്രങ്ങളുമായി നവാഗതർ, ന്യൂ ജനറേഷൻ കുട്ടികളോട് മത്സരിക്കാൻ മുതിർന്നവർ, അങ്ങനെ വൈവിധ്യങ്ങളുടെ മേളനം. പക്ഷേ എണ്ണത്തിലെ റെക്കോർഡ് നഷ്ടത്തിലും ഉണ്ടെന്നാണ് അണിയറ സംസാരം. 90ന്റെ 90% തിയേറ്ററിൽ നഷ്ടമാണത്രേ. സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളിൽ കമ്മത്തൻ കമ്മത്ത് മാത്രമാണ് സൂപ്പർ ഹിറ്റ്. ന്യൂ ജനറേഷൻ ABCDയും ഒരു ജാടയുമില്ലാത്ത റോമൻസും തകർത്തുവാരി. അന്നയും റസൂലും സെല്ലുലോയിഡും ആമേനും പോലുള്ള നല്ല സിനിമകൾ ഹിറ്റുകളായി. ഇമാനുവലും സൗണ്ട് തോമയും നീക്കോ ഞാച്ചായും ആവറേജ് ഹിറ്റുകളായി. ബാക്കിയൊക്കെ ബിലോ ആവറേജും ഫ്ലോപ്പുമാണെന്നാണ് തിയേറ്ററുകൾ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, ചാനലുകൾ എന്നിവരിൽ നിന്ന് ലഭ്യമായ കണക്കുകൾ പറയുന്നത്. ശ്രീ VK പ്രകാശ്, ഒരുപക്ഷെ മലയാള സിനിമയിലെ എണ്ണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഒരു പേര് താങ്കളുടേതാണ്. താങ്കൾ വലം കൈകൊണ്ട് ഒരു സിനിമയ്ക്ക് സ്റ്റാർട്ടും ആക്ഷനും പറയുമ്പോൾ ഇടം കൈകൊണ്ട് മറ്റൊരു സിനിമയ്ക്ക് കട്ട് പറയുന്ന ഒരു സംവിധായകനാണ് എന്ന് പറച്ചിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ എണ്ണത്തിൽ ഇത്രയധികം അഭിരമിക്കുന്നത്? I make films in a shorter time. I don't shoot for 60 days, 70 days, 80 days. ഞാൻ 4 മണിക്കൂർ ഫൈനൽ എഡിറ്റ് ലെങ്ത് വന്നിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് 2 മണിക്കൂറാക്കിയിട്ട് സിനിമ ചെയ്യാറില്ല. ഒരു ക്ലോസപ്പ് പോലും ഞാൻ ഉപയോഗിക്കാതിരിക്കില്ല. അതെൻ്റെ പ്രൊഡ്യൂസേഴ്സിനോട് ചോദിച്ചാൽ കറക്റ്റായിട്ട് അറിയാം. ഡോക്ടർ ബിജു, എന്ത് സൂചനയാണ് മലയാള സിനിമ തരുന്നത്? സിനിമ ഒരു ക്യാപിറ്റൽ ഉള്ള ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ വ്യവസായം വളരുന്നു, ഇൻഡസ്ട്രി വളരുന്നു. പക്ഷേ അതിനെ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങളും ഒക്കെ ഒരു മിസ്റീഡ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രി വളരുന്നതിനെ സിനിമ വളരുന്നു എന്ന് തെറ്റിദ്ധരിച്ചൊരു വായനയുണ്ട്. ഇതൊരു വലിയ അപകടം തന്നെയാണ്. സന്ദീപ്, നീക്കോ ഞാച്ച എന്ന് പറയുന്ന ഒറ്റ സിനിമ മാത്രമാണ് ഒറ്റയ്ക്ക് എടുത്തത്. പക്ഷേ കാലങ്ങളായി സിനിമയുടെ ഒപ്പമുണ്ട്. ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയ്ക്ക്, പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് ഈ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച് നമ്പേഴ്സ് വളരെയധികം കൂടുന്നതിൽ ഞാനും അസ്വസ്ഥനാണ്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ നമുക്ക് ആകെ മൊത്തം 550 തിയേറ്റേഴ്സേ ഉള്ളൂ. ഈ തിയേറ്റേഴ്സിനകത്ത് ഒരു വർഷം ഉൾക്കൊള്ളാൻ പറ്റുന്ന സിനിമകൾക്ക് ഒരു പരിധിയുണ്ട്. ആരുടെ അടുത്തും സിനിമ എടുക്കരുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കുത്തൊഴുക്കാണ് അടുത്ത സെറ്റ് ഓഫ് മൂവീസിൻ്റെ. ഒരു വെള്ളിയാഴ്ചയിൽ നിന്നും അടുത്ത വെള്ളിയാഴ്ചയിലേക്ക് ഒരു സിനിമ കടക്കുന്നില്ല. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഹൗ ക്യാൻ യു ആസ്ക് ദം ടു സ്റ്റോപ്പ് മേക്കിംഗ് എ ഫിലിം? ലെറ്റ് ദം ലേൺ, ലെറ്റ് ദം എക്സ്പെരിമെന്റ്. ആർക്കെങ്കിലും ഒക്കെ ഗുണമാണോ ഇൻഡസ്ട്രിക്ക്, അതിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, അതിൽ പണിയെടുക്കുന്നവർക്ക്, അതിന്റെ പുറത്തു വരുന്ന സിനിമയുടെ ക്വാളിറ്റിക്ക്? 2 കാര്യത്തിൽ നോക്കാം. ഒന്ന് ഫൈനാൻഷ്യൽ ഗെയിൻ. ഫൈനാൻഷ്യൽ ഗെയിൻ 100% ഇറ്റ് ഈസ് ദെയർ. അതുകൊണ്ടാണ് ഒരു സിനിമ കഴിയുമെങ്കിൽ മറ്റൊരു സിനിമയ്ക്കായിട്ട് പ്രൊഡ്യൂസേഴ്സ് അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഈ നമ്പർ ഓഫ് ഫിലിംസ് കൂടുമ്പോൾ നമ്മൾ വിസ്മരിക്കപ്പെടുന്ന വേറൊരു കാര്യം, ഒരുപക്ഷെ വളരെ പാഷനോടുകൂടി വളരെ സ്ട്രഗിൾ ചെയ്ത് ഈ സിനിമയുടെ ഈ സാറ്റലൈറ്റ് റൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു മൂല്യങ്ങളും ഇല്ലാതെ ചെയ്യുന്ന
നല്ല കുറച്ച് സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. ആ സിനിമകൾക്ക് ഒരുപക്ഷെ തിയേറ്റർ പോലും ലഭിക്കാതെ പുറത്ത് കിടക്കുന്നുണ്ട്. പക്ഷേ ആ സിനിമകൾ മലയാളത്തിൻ്റെ അഭിമാനമായിട്ടൊരു പക്ഷേ ദേശീയ പുരസ്കാരങ്ങളോ അന്തർദേശീയ പുരസ്കാരങ്ങളോ ഒക്കെ നേടുകയും ചെയ്യുന്നുണ്ട്. മലയാള സിനിമ എന്നുള്ള രീതിയിൽ മലയാളത്തിന് പുറത്ത് ഈ സിനിമകളാണ് അടയാളപ്പെടുത്തുന്നത്. മലയാളം എന്നുള്ളൊരു ഭാഷയുണ്ടെന്നും ഇവിടെ ഇത്തരം നല്ല സിനിമകൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതും ലോകത്തെ കാണിക്കുന്നത് ഇത്തരം സിനിമകളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ സിനിമകൾ ഇവിടെ മറ്റുള്ള സിനിമകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് തിയേറ്റർ പോലും കിട്ടാതെ മാറിപ്പോകും. തീർച്ചയായും. അപ്പോൾ VKP, അതാണ് ചോദ്യം. MTO ബഷീറോ OV വിജയനോ ആവണോ അതോ പമ്മനോ അയ്യനേത്തോ ആവണോ? താങ്കൾ പോയിന്റ് ഓഫ് വ്യൂ. സി ഇറ്റ് ഇസ് നോട്ട് ഒരു സിനിമ ചെയ്യുന്നതും ഇപ്പോൾ ബിജു പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. നമ്മൾ ഒരു സിനിമ താങ്കൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കും? അങ്ങനെയൊന്നുമില്ല. ഞാൻ ഓരോ സമയത്തും ഞാൻ 3 കിങ്സും ചെയ്തിട്ടുണ്ട്, കർമ്മയോഗയും ചെയ്തിട്ടുണ്ട്, പുനരധിവാസം ചെയ്തിട്ടുണ്ട്. നമ്മൾ ജനസമ്മതി അല്ലെങ്കിൽ ജനങ്ങൾ കൂടുതൽ കാണുന്നത് കൊണ്ട് നമുക്ക് സിനിമയിലേക്ക് കുറേ പണം വെറുതെ ഒഴുക്കിക്കളയാൻ പറ്റില്ലല്ലോ. എന്നെ സംബന്ധിച്ച് ഞാനൊരു പ്രൊഡ്യൂസറുടെ മാത്രം ധർമ്മസങ്കടം. അത് തീർച്ചയായിട്ടും അത് ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഒരിക്കലും കാശ് വെറുതെ, ഞാൻ ഒരു NRI അല്ല. എനിക്ക് ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് അത്യാവശ്യം എനിക്ക് എവിടെ പാഴായിട്ട് ചിലവാക്കാൻ സാധ്യതയുണ്ടെന്നും എവിടെ പാഴ്ചെലവ് വേണ്ട അല്ലെങ്കിൽ അതെവിടെ വേണം എന്നുള്ളത് നമ്മൾ ഇത് ചെയ്യാനായിട്ടുള്ളൊരു ധാരണ ഇത്രയും കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചെറിയ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു കൊച്ചു പടം ആദ്യം നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചത്. തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ പണം ഒഴുകിക്കളയാനായിട്ടില്ല. ഇടക്കാലത്ത് ഇടിച്ചു കയറി വന്ന ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന ടാഗ് നെയിമിൽ വന്ന സിനിമകൾ, അതിൻ്റെ ചേരുവകൾ ജനത്തിന് മടുത്തു തുടങ്ങിയോ? കയ്യിൽ ബിയറും വായിൽ തെറിയും. ന്യൂ ജനറേഷൻ സിനിമകൾക്ക് ഇങ്ങനെയൊരു ക്യാപ്ഷൻ കൊടുക്കാമെന്ന് പറയുന്നവരുണ്ട്. സ്വാഭാവികമായി സാഹചര്യം ആവശ്യപ്പെടുന്നെങ്കിൽ തെറി തന്നെ പറയേണ്ടി വരും. പക്ഷേ ഉണർന്നെണീറ്റാൽ കിടക്കുന്നതുവരെ തെറി മാത്രം പറയുന്ന ഒരു ജനവിഭാഗമാണോ മലയാളി? മിമിക്രിയിൽ നിന്നും 1.5 കിലോമീറ്റർ നീണ്ട ഡയലോഗിൽ നിന്നും രക്ഷപ്പെട്ടോടിയ മലയാള സിനിമ ഒടുവിൽ അണഞ്ഞ തീരം അശ്ലീലത്തിൻ്റെതാണോ? ഒരു A സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സിനിമ നന്നായി ഓടും എന്നുവരെ അണിയറയിൽ സംസാരമുണ്ടത്രേ. അബ്ദുവിന് എന്നിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? ബിയറും ഹോട്ടും മലയാളി നന്നായി അടിക്കുന്നുണ്ട്. നായകനും നായികയും നിരന്നിരുന്ന് കുടിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ നായകനും കൂട്ടുകാരും കഞ്ചാവ് തന്നെ ആസ്വദിച്ച് വലിക്കണമെന്ന് എന്താണിത്ര നിർബന്ധം? കൊല്ലാൻ വരുന്നവരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് നായകനും നായികയും മയക്കുമരുന്നിന്റെ മടകളിൽ തന്നെ അഭയം തേടുന്നത് യാദൃശ്ചികമാണോ? ഫോർട്ട് കൊച്ചി എന്നാൽ കേരളത്തിന്റെ അധോലോക തലസ്ഥാനമാണോ? കേരളത്തിൽ എവിടെയെങ്കിലും തെരുവിൽ ഗൺഫൈറ്റോ ഗ്യാങ് വാറോ നടന്നിട്ടുണ്ടോ? എന്തിനോടാണ് ഈ സിനിമകൾ കലഹിക്കുന്നത്? എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? മുഖ്യധാര തീർത്ത സ്ത്രീവിരുദ്ധവും ദളിത് വിരുദ്ധവും ന്യൂനപക്ഷ വിരുദ്ധവും ലൈംഗിക ന്യൂനപക്ഷങ്ങളെ കളിയാക്കുന്നതും അരാഷ്ട്രീയവും അയഥാർത്ഥവുമായ ലോകത്തെ അട്ടിമറിക്കാൻ പോയിട്ട് തൊടാനെങ്കിലും കരുത്തുണ്ടോ നമ്മുടെ പുതിയ പരീക്ഷണങ്ങൾക്ക്? യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ കഴിഞ്ഞ 2-3 വർഷമായി തിയേറ്ററുകൾ നിറഞ്ഞോടിയ പരീക്ഷണങ്ങൾ ജനത്തിന് മടുത്തു തുടങ്ങി എന്നല്ലേ തിയേറ്ററുകളിൽ നിന്നുള്ള സൂചന? എവിടെയൊക്കെ ആരൊക്കെ ഏതൊക്കെ ഡയലോഗ് പറയും, എപ്പോൾ കള്ളു കുടിക്കും, എപ്പോൾ തെറി പറയും, എപ്പോൾ ബീപ്പ് സൗണ്ട് വരും എന്നൊക്കെ തിയേറ്ററിനകത്തിരുന്ന് പ്രവചിക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് പ്രേക്ഷകർ പറയുന്നു. ആവർത്തനം എപ്പോഴും തെറ്റാണ്. ഒരുപാട് ആവർത്തിക്കുമ്പോൾ ജനങ്ങൾക്ക് ബോറടിക്കും. ഇതിപ്പോൾ വരുന്നൊരു പ്രശ്നമല്ല. അന്ന് അടൂർ ബാസ സാറും ബഹദൂർ സാറും ഒക്കെ പറഞ്ഞ കോമഡികളും ഇന്ന് ടെലിവിഷനിൽ കാണുന്ന എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് മാത്രമാണ് സീരിയൽസിൽ പറയുന്നത്. അതുപോലെ തന്നെ കോമഡി ഷോ എന്നുള്ള പേരിൽ കാണിക്കുന്ന ഒരുപാട് ഡബിൾ മീനിങ് ഷോസ് ടെലിവിഷനിൽ വരുന്നുണ്ട്. ഇത് അതിനു വേണ്ടി പറയാൻ വേണ്ടി പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രം ലോഡ്ജിൻ്റെ കാര്യം എടുത്താൽ ആ കുട്ടി ഈ അബ്ദു എന്ന കഥാപാത്രം ആ പെൺകുട്ടിയുടെ കുണ്ടി എന്നേ പറയാൻ പറ്റൂ. പ്രതു നിതംബം എന്ന് പറയാൻ പറ്റില്ല.